ഇത് കുറ്റിക്കുരുമുളകാണ്. ബ്രസീൽ തിപ്പലിയിൽ പിടിപ്പിച്ചെടുത്താണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇത് ചിലത് കണ്ടില്ലേ, ഇപ്പം മുകളിലേക്ക് ആദ്യം അടി പിടിപ്പിച്ച് ഇപ്പം മുകളിൽ ഇതാ വീണ്ടും പിടിപ്പിച്ച് കണ്ടില്ലേ. ഈ കമ്പിന് കണ്ടോ, കമ്പ് ഈ കമ്പിന് വീണ്ടും പിടിപ്പിക്കണം. ഇങ്ങനെ ഉയരത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇത് ഇതാ ഉണ്ടോ, ഇതിനി ഇതുപോലെ വലിയ തൈയായിട്ട് വരും. ഇതതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ തന്നെയാണ് ഇത് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. അതൊക്കെ ശരിക്കും നമ്മൾ പഠിച്ചെടുത്ത വീടുകളിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ പൈസ മുടക്കിയാൽ തന്നെ വീട്ടിൽ തന്നെ ഇത് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതും കൂടെ പറഞ്ഞു പോവുകയാണ്. ഇതാ ഇത് വെറൈറ്റി, വേറെ വെറൈറ്റി. ഒരു തിരിയിൽ ഒരുപാട് കായ ഉണ്ടാകും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. കായ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ ഇപ്പം മൂത്ത് പഴുത്ത കായുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ കായാണ്, കായലേക്ക് വന്നതാണ്. അതൊക്കെ കായലേക്ക് ആയി കഴിഞ്ഞിട്ട് അല്ലാതെ ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ. ഇത് ഇതുപോലെ തന്നെ മൂത്ത് ഇത് പറിക്കാനായത്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ മുകളിൽ നിറയെ കായ കേട്ടോ. നല്ല നീളമുള്ള തിരി, അത്യാവശ്യം നീളമുള്ള നല്ല തിരിയാണ്. അത് കഴിഞ്ഞ് നിറഞ്ഞ് കായും മണികളും ഉണ്ട് ഇതിന്. ഇതൊരു തൈ വീട്ടിലുണ്ടെങ്കിൽ നല്ലൊരു ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്തിട്ടാൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഇതിൽ നിന്ന് മാത്രം ശേഖരിക്കാൻ കഴിയും. ഇപ്പോൾ ഏത് വീട്ടിലും കൂടുതൽ സ്ഥലമില്ല, ചില ആളുകൾ പറയുന്നതാണ് കൂടുതൽ സ്ഥലമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. അത്തരം ആളുകൾക്കൊരു അലങ്കാര ചെടി വീട്ടിലുണ്ടാവും. ആ ചെടി ഉണ്ടാവുക എന്നുള്ളതിലുപരി നമ്മളെ വീട്ടാവശ്യത്തിന് കുരുമുളക് കിട്ടുന്ന, വീട്ടിലേക്ക് ആര് കയറി വന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം പോലെ നിൽക്കും. ഇത് അതിൽ പഴുപ്പായി വരുന്ന പണി ഇതാണ്ടല്ലേ. ഇതൊക്കെ പഴുക്കാണ്, ഇതിൻ്റെ മുകളിൽ പഴുത്ത് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഇത്തരം വള്ളികളൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. ഇതിൻ്റെ ചെറിയനുണ്ട്. അതിൻ്റെ പുതിയ വെറൈറ്റി ആണിത്. ഇതിൻ്റെയൊക്കെ തിപ്പലിയിൽ ഇങ്ങനെ ബെഡ് ചെയ്ത് പിടിപ്പിച്ചത് വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അവിടെ ഒരു കേടുണ്ടാവില്ല. ഏത് പാടത്തും ചളിയിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നതുകൊണ്ടാണ് തിപ്പലിയിൽ ബെഡ് ചെയ്യുക എന്ന് പറയുന്നത്. തിപ്പലിയിൽ ബെഡ് ചെയ്താൽ എന്താ, തിപ്പലിൻ്റെ ആ സാധനം ഏത് വെള്ളത്തിലും വളരുന്നതാണ്. അതിൻ്റെ മുകളിലാണ് ഈ കുരുമുളക് വള്ളി വരിക. അപ്പം അതുകൊണ്ട് തിപ്പലിയിൽ ബെഡ് ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. നമ്മളെ വീട്ടിൽ ഇപ്പോൾ പാടത്തൊക്കെ ഉള്ളൊരു വീടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു മരത്തിൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വെച്ച് തൈ വെക്കുകയാണെങ്കിൽ തിപ്പലിയിൽ ബെഡ് ചെയ്ത് വെച്ചാൽ മതി. ഒരിക്കലും തന്നെ കുരുമുളകിൻ്റെ വള്ളി നഷ്ടപ്പെട്ടു പോകില്ല, നല്ലോണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത്തരമൊരു സാഹചര്യം അതിനുണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അത്തരം വള്ളികളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ തല വരെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനിയും കുറേ വരാനുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ പുതുതായിട്ടൊരു കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഒരു 5.5 ഏക്കർ സ്ഥലം ഇപ്പം പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വാങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്കിത് ഞങ്ങൾ നല്ല ഫാമിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മദർ പ്ലാന്റ് കൃഷി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതേ കൂടെ തന്നെ നല്ലൊരു നഴ്സറിയായിട്ട് മാറുകയും ചെയ്യും. അവിടെ നിന്ന് തന്നെ തൈകൾ ഉൽപ്പാദിക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാവിധ മദർ പ്ലാന്റുകളും സെറ്റ് ചെയ്തിട്ട് തൈ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നല്ല സ്ഥാപനമാക്കി അതിനെ മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പോകുന്നത്. ആ കൂടെ ഇതുകൂടി ഒന്ന് കാണിച്ചു പോവുകയാണ്. ഇതൊക്കെ തന്നെ അവിടെ കൊണ്ടുപോയിട്ടാലുണ്ടല്ലോ, ഇത് കണ്ടില്ലേ കുരുമുളക്, ഇതിൻ്റെയൊക്കെ മുകളിൽ കുരുമുളക് കണ്ടില്ലേ, അതൊക്കെ നമ്മൾ കാണണം. അപ്പോൾ ഇത്തരം തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 94 97 660 440 ഈ നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൻ്റെ നമ്പറാണത്. ആ നമ്പറിൽ ബന്ധപ്പെടും കേട്ടോ. ശരി.